നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നവർ സാമൂഹ്യദ്രോഹികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതൊക്കെ ഈ തരത്തിലുള്ള അശാസ്ത്രീയ ചിന്തകളുടെ ഭാഗമായി സംഭവിച്ചതുമാണ്. വാക്സിൻ വിരുദ്ധത ഗർഭകാലത്തും പ്രസവത്തിലും സുരക്ഷ ഉറപ്പാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനിക വൈദ്യശാസ്ത്രം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ച ഈ ഘട്ടത്തിൽ അതിൻ്റേതായ സാങ്കേതിക മികവ് സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നത് ജീവൻ കൊടുക്കുന്നതിനിടയാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസത്തെ വാർത്തയിൽ നാം കണ്ടത്. ആ ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സമൂഹത്തിന് വലിയ ദ്രോഹമാണ് വരുത്തിയത്. സമൂഹത്തോട് ദ്രോഹം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തുടക്കമായി. നിർമ്മാണത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി. ബോർഡ് സ്ഥാപിച്ചത് കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം. വയനാട് ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. തങ്ങളുടെ വാദം കൂടി കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പാടില്ലെന്ന് സംസ്ഥാന സർക്കാർ. ഗവർണർമാർക്കെതിരായ വിധിയിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. തീരുമാനം വൈകിയാൽ സംസ്ഥാന സർക്കാരുകൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും സുപ്രീം കോടതി. ആരോപണങ്ങളുടെ പേരിൽ മാത്രം കേസുകൾ സിബിഐക്ക് വിടരുതെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതികൾക്കാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് തോന്നിയാൽ മാത്രമേ സിബിഐക്ക് വിടാവൂ എന്നും നിർദ്ദേശം. ഗവർണറുടെ അധികാരങ്ങൾ നിർദ്ദേശിക്കുന്ന സുപ്രീം കോടതി വിധി അതിരു കടന്നതെന്ന് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുകയായിരുന്നു വേണ്ടതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറഞ്ഞു. കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നു. KC വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും സംസ്ഥാന പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മുരളീധരന്റെ ബഹിഷ്കരണം. വഖഫ് സംരക്ഷണ പ്രക്ഷോഭത്തിലെ ബ്രദർഹുഡ് ചിത്രങ്ങളിൽ വിമർശനവുമായി AP വിഭാഗം സമസ്തയുടെ മുഖപത്രം. വഖഫ് സംരക്ഷണ പ്രക്ഷോഭത്തിൽ സോളിഡാരിറ്റി ഉപയോഗിച്ച ചിത്രങ്ങളിലാണ് വിമർശനം. വഖഫ് സംരക്ഷണത്തിന് തീവ്രവാദ കാഴ്ചപ്പാടുള്ള ബ്രദർഹുഡുമായി എന്ത് ബന്ധമെന്നും വിമർശനം. മുംബൈ ഭീകരാക്രമണ കേസ് മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുമായി തെളിവെടുപ്പ് നടത്താൻ NIA. ആക്രമണത്തിന് മുമ്പ് ഇയാൾ സന്ദർശിച്ച സ്ഥലങ്ങളിൽ റാണയെ എത്തിക്കും. കേരളത്തിൽ കൊച്ചിയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയേക്കും. വീണയുടെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. കേസെടുക്കുന്നുണ്ട്. ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതുപോലെ അന്വേഷണത്തിൻ്റെ പാതയിലാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ വിജയൻ്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ കേസെടുക്കുന്നുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി. ശ്രീ ബിനോയ് വിശ്വം രേഖപ്പെടുത്തിയിട്ടുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് 1500 കോടി രൂപ കേരളത്തിലെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്.
ആ പൈസ നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ടോ എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് നമ്മൾ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല. 1500 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം ഒരു സമയം നിശ്ചയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അപ്പോൾ ആരോ പാലക്കാട് ഞാവളംതോടിൽ പശുക്കൂട്ടത്തെ ഇടിച്ചിട്ട് ട്രെയിൻ 13 പശുക്കളെയാണ് ചെന്നൈ പാലക്കാട് ട്രെയിൻ ഇടിച്ചിട്ടത്. ട്രാക്കിൽ നിലയുറപ്പിച്ചിരുന്ന പശുക്കളെ ട്രെയിൻ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിലെ മരണത്തിൽ ആശാപ്രവർത്തകരോട് ഉൾപ്പെടെ കുടുംബം വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് മന്ത്രി വീണ ജോർജ്. നിയമപരമായി ചികിത്സയല്ലാത്ത രീതികളിലൂടെ ഉള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഈ കേസ്, ഈ പറഞ്ഞ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളൊരു കേസ് 3 മണിക്കൂർ ബ്ലീഡ് ചെയ്തിട്ട് ആ യുവതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു ക്രൈമാണ്. അതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു നരഹത്യ എന്നുള്ള നിലയിലാണ് അതിനെ കണക്കാക്കാനായിട്ട് കഴിയുക. വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു പൊതുബോധം എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ, എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് നമുക്കിതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ടതാണ്. ശാസ്ത്രീയമായിട്ടുള്ള രാജ്യത്ത് നിലവിലില്ലാത്ത ചികിത്സാ രീതികൾ വെച്ചുള്ള ചികിത്സകൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. നിയമപരമായി ചികിത്സയല്ലാത്ത രീതികളിലൂടെ ഉള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഈ കേസ്, ഈ പറഞ്ഞ ഏറ്റവും അവസാനം 70,000 കടന്ന് സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപ കൂടി, പവന് 200 രൂപ കൂടി. സ്വർണത്തിന് 70,160 രൂപയായി. RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സർക്കുലർ ഇറക്കി ദില്ലി സർവകലാശാല. നാളെ നടക്കുന്ന രാഷ്ട്രീയ സേവാ ഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നിർദ്ദേശം. ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ സർക്കുലർ പുറത്തിറക്കി. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കവർച്ച നടന്ന് 58ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഫെബ്രുവരി 14-നാണ് ബാങ്ക് കവർച്ച നടന്നത്. ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി മാത്രമാണ് കേസിലെ പ്രതി. കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചു. കായംകുളം കണ്ണമ്പള്ളി ഭാഗം ചക്കാലത്തറയിൽ അജിത്തിന്റെയും ശരണ്യയുടെയും മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ വീടിനു നേരെ ആക്രമണം. കടകംപള്ളി സ്വദേശി നന്ദന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. അക്രമികൾ നന്ദന്റെ തലയ്ക്ക് ചുറ്റികൈക്കടിച്ചു. മുഖത്തും തലയ്ക്കും പരിക്കുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മഹാരാജാസ് കോളേജിലേക്ക് കുപ്പി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തേക്കും. ക്യാമ്പസിലേക്ക് കുപ്പിയും കല്ലും വലിച്ചെറിയുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. അഭിഭാഷകരുടെ പരാതിയിൽ 10 വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കേസെടുത്തു. വയനാട് തോൽപ്പെട്ടിയിൽ റോഡിൽ പുള്ളിപ്പുലി. തോൽപ്പെട്ടി ഹൈസ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. സാഹസിക കായിക വിനോദ പ്രേമികൾക്ക് ആവേശമായി അന്താരാഷ്ട്ര സർഫിംഗ് മത്സരങ്ങൾ തലസ്ഥാനത്ത് തുടങ്ങി. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമായി 70 അത്ലറ്റുകൾ പങ്കെടുക്കും. വിജയികൾക്ക് 2 ലക്ഷം രൂപ സമ്മാനം.
കൈരളി TV സംഘടിപ്പിക്കുന്ന തിരൂർ കാർണിവൽ മെഗാ ഷോ ഏപ്രിൽ 26 നടക്കും. സംഘാടക സമിതി ഓഫീസ് തിരൂരിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രവേശന പാസിന്റെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു മന്ത്രി. അടിച്ചമർത്തൽ നടപടി തുടർന്ന് അംബേദ്കർ യൂണിവേഴ്സിറ്റി അധികൃതർ ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിട്ടു. നിരാഹാരമിരുന്ന SFI യൂണിറ്റ് പ്രസിഡന്റിന്റെ ആരോഗ്യനില മോശമായിട്ടും വൈദ്യസഹായം നൽകാതെ യൂണിവേഴ്സിറ്റി അധികൃതർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരുന്നു. ദില്ലിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. ശക്തമായ കാറ്റ് വിമാന സർവീസുകളെയും സാരമായി ബാധിച്ചു. ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. കാസർഗോഡ് കൊട്ടോടിയിൽ ചുഴലിക്കാറ്റ് പ്രകൃതി ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തി. ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വഖഫ് നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം കനക്കുന്നു. ബംഗാളിലെ മുർഷിദാബാദിൽ നടന്ന പ്രതിഷേധത്തിനിടെ വീണ്ടും സംഘർഷത്തിനിടെ പ്രതിഷേധക്കാർ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. ഇറാൻ അമേരിക്ക ആണവ ചർച്ച ഇന്ന് നടക്കും. ഒമാനിൽ നടക്കുന്ന US ഇറാൻ ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും US പ്രസിഡൻഷ്യൽ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും നേതൃത്വം നൽകും. ചർച്ചകൾ നടക്കുക ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ഖുസൈദിയുടെ മധ്യസ്ഥതയിൽ. ജമ്മു കാശ്മീരിലെ കിശ്ത്വാർ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ജെയ്ഷെ കമാൻഡർ ഉൾപ്പെടെ 3 ഭീകരരെ സൈന്യം വധിച്ചു. മേഖലയിൽ മാസം 9 മുതൽ സൈന്യം തിരച്ചിൽ തുടങ്ങിയിരുന്നു. ഇടതുഭരണത്തിൽ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിച്ചുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഞാൻ മനസ്സിലാക്കുന്നു 10,07,00,000 2023-2024 അത് 11,29,00,000 വർദ്ധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കണക്ക്. അപ്പോൾ സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത വർദ്ധിച്ചതിൻ്റെ ഭാഗമായി നേരത്തെ സർക്കാർ ആശുപത്രിയിൽ വരാൻ മടിച്ചിരുന്നവർ പോലും ഇന്ന് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സ്ഥിതിയാണുള്ളത്. മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുവാൻ വർഗീയ ശക്തികൾ തക്കം പാർത്തിരിക്കുന്ന കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്ത് പൊതുവെ മേൽക്കൈ നേടിയിട്ടുള്ള ഘട്ടമാണിത്. അപരമത വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ ചിലർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോധപൂർവം കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന കാലമാണിത്. മനുഷ്യനെ സഖാവ് EK ഇമ്പിച്ചിബാവയുടെ ഓർമ്മയിൽ നാട് അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂരിലും ജന്മനാടായ പൊന്നാനിയിലും ബഹുജന റാലിയും പൊതുസമ്മേളനവും. എറണാകുളത്ത് രാസലഹരി വേട്ട 44 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കാസർഗോഡ് ചാട്ടഞ്ചാൽ സ്വദേശി അഷ്റഫാണ് പിടിയിലായത്. കളത്തിപ്പറമ്പ് റോഡിന് സമീപത്തെ ഹോട്ടൽ റൂമിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.